നീതി കിട്ടാത്തവരായി. ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നും കിട്ടിയില്ല, പ്രതിപക്ഷത്തിൽ നിന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് കിട്ടിയ ഒരു നീതി ഈ വഖഫ് ബില്ല് പാസ്സാക്കി തന്നപ്പോൾ അതിനെതിരായിട്ട് ബഹളം കൂട്ടാൻ ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ മുതിരുന്നുണ്ട്. അതിനെതിരായിട്ട് ബഹളം കൂട്ടിയാണ് എന്ത് കാര്യം? ഞങ്ങൾക്ക് പ്രയോജനം ഇല്ലെങ്കിൽ ഞങ്ങളത് സഹിച്ച്. ഈ ബില്ല് ഞങ്ങൾക്ക് പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ബഹളം കൂട്ടണം. ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ഞങ്ങൾ നിസ്സാര പഠിപ്പുകാരാണെങ്കിലും ഈ കടപ്പുറത്ത് ഉപ്പി കിടക്കണവരാണെങ്കിലും ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ഞങ്ങൾക്ക് നല്ല ഒരു നിയമമാണ് ഞങ്ങൾക്ക് പാസ്സാക്കി കിട്ടിയേക്കണം. ഞങ്ങളുടെ മേലുള്ള ഈ വഖഫ് എന്നുള്ള നിയമം നീങ്ങിക്കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നീക്കി തന്ന ഗവൺമെൻറ്റിനോടും മോദിജിനോടും ഞങ്ങൾക്ക് ആ പാർട്ടിനോടും ഞങ്ങൾക്കുള്ള കടമയും കടപ്പാടും ഞങ്ങൾ നിറവേറ്റും. ഞങ്ങൾ അനുഭവിച്ച ദാരിദ്ര്യവും കഷ്ടപ്പാടും ഞങ്ങളുടെ മക്കൾ അനുഭവിക്കരുത്. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും രോഗത്തിലും ഈ വാർദ്ധക്യത്തിലും ഞങ്ങൾ ഇവിടെ വന്ന് സമരം ഇരിക്കുന്നത്. ഞങ്ങളുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞു പോയാലും ഞങ്ങളുടെ അധികാരങ്ങൾ തിരിച്ച് ഞങ്ങൾ മുൻപ് എങ്ങനെ ഞങ്ങൾക്ക് ആധാരം കിട്ടിയോ ആ അവകാശങ്ങൾ തിരിച്ച് കിട്ടണവരെ ഞങ്ങൾ സമരം തുടരും. നമസ്കാരം. മുനമ്പം സമരപ്പന്തലിൽ ഏകദേശം 130ഓളം ദിവസം സമരത്തിൽ നിരാഹാരം ഇരുന്ന ഒരു അമ്മ നമ്മുടെ കൂടെ നിന്ന് ചേരുകയാണ്. പ്രധാനമായിട്ട് മുനമ്പത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ലോകം മുഴുവൻ അറിയാൻ കാരണം ഇതുപോലെയുള്ള അമ്മമാരുടെ വലിയൊരു ത്യാഗമാണ്. അപ്പോൾ ആ ഒരു വിഷയം നമ്മൾക്ക് എന്തുകൊണ്ട് ഇത്രക്ക് വലിയ രീതിയിൽ മുനമ്പത്തെ സമരത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവർ ആഗ്രഹിച്ചതിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾക്ക് അമ്മയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അമ്മേ നമസ്കാരം. പേരെന്തായിരുന്നു അമ്മേ? പേര് ലിച്ചി ആന്റണി. ഇപ്പോൾ അമ്മ 130ഓളം ദിവസമായില്ലേ ഇവിടെ ഈ സമരത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്? എന്തായിരുന്നു ഇതിന് ഊർജം കിട്ടിയത്? എന്തായിരുന്നു ഇതിന്? ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഞങ്ങൾ 36 വർഷങ്ങളായി കാശ് കൊടുത്ത് മേടിച്ച ഭൂമി കോളേജിനോട് ഒരുപാട് പോരാട്ടങ്ങളിലൂടെ കേസുകളെല്ലാം നടത്തി ലാസ്റ്റ് ഞങ്ങൾക്ക് കേസ് നടത്താനുള്ള വലിയ വക്കീലിനെ വെച്ച് കേസ് നടത്താനുള്ള നിവൃത്തിയൊന്നും മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കേസിലെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഒത്തുതീർപ്പിനായിട്ട് അവർ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒത്തുതീർപ്പിന് ഞങ്ങൾ അംഗീകരിച്ച് ഫറൂഖ് കോടതി മുഖാന്തരം ഞങ്ങളത് വിലക്ക് വാങ്ങാമെന്നുള്ള തീരുമാനത്തിലെത്തി. 36 വർഷങ്ങളായി ഞങ്ങൾ വിലക്ക് വാങ്ങി സകലവിധ റവന്യൂ അവകാശങ്ങളോടുകൂടി ഇരുന്നൊരു ഭൂമി പെട്ടെന്നൊരു ദിവസം 2-3 വർഷങ്ങളായി ഞങ്ങളുടെ ഈ റവന്യൂ അവകാശങ്ങൾ തടസ്സപ്പെടുത്തിയിട്ട്. ഈ തടസ്സപ്പെടുത്താൻ വഖഫ് എന്നത് ഞങ്ങൾ കേട്ടിട്ടും കൂടിയില്ല. വഖഫിനോട് ഞങ്ങൾ ഭൂമി വാങ്ങിയിട്ടില്ല. ഞങ്ങൾ വാങ്ങിയത് ഫറൂഖ് കോളേജിനോടാണ്. ഫറൂഖ് കോളേജിനോട് ഞങ്ങൾ ഭൂമി അന്നില്ലാത്ത വില കൊടുത്ത് ഞങ്ങൾ ഭൂമി വാങ്ങി. ഇത്രയും വർഷങ്ങളെല്ലാം ഞങ്ങൾ സർവ്വ അധികാരങ്ങളോടുകൂടി വിൽപ്പന നടത്തി, ഞങ്ങൾ പണയപ്പെടുത്തി. ഞങ്ങൾ മക്കളുടെ വിവാഹത്തിനായിട്ടും ഞങ്ങളുടെ പുരയിടം മെയിൻ്റനൻസ് ചെയ്യാനും വെക്കാനും പുരയില്ലാത്തവർക്ക് വെക്കാനും എല്ലാം ഞങ്ങൾ ഈ ഭൂമി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ച് പോന്നിരുന്നത്. ആ അവകാശങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് വഖഫ് എന്നൊരു നിയമം ഞങ്ങളുടെ മേൽ കടന്നു കയറിയത്. ഈ നിയമത്തിന് ഒരു ഭേദഗതി വരുത്തി തന്നത് ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ നിന്ന് മോദിജിയാണ്. അത് ഞങ്ങൾക്ക് എല്ലാ സന്തോഷത്തിനും നന്ദിക്കും എങ്ങനെ നന്ദി പറയേണ്ടു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അത്രക്കും വലിയ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പാർലമെൻറ്റിൽ നിന്ന് ബില്ല് പാസ്സാക്കി തന്നതിന്. ഇനി ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഇവിടെ കേരള ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് പാസ്സാക്കി ഞങ്ങൾക്ക് സകലവിധ അധികാരത്തോടുകൂടി മുൻപ് ഞങ്ങൾ എങ്ങനെ ഭൂമി ഉപയോഗിച്ചിരുന്നുവോ അതേപോലെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അധികാരം അവർ തരേണ്ടതാണ്. ഇപ്പോൾ കോടതിയിൽ കമ്മീഷനുണ്ട്. കമ്മീഷന് ഇപ്പോൾ അവർ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയെങ്കിലും ഇപ്പോൾ കമ്മീഷന് അതിൻ്റെ മേൽക്കോടതി അംഗീകരിച്ച് അത് കമ്മീഷന് അധികാരം കൊടുത്തിട്ടുണ്ട്. കമ്മീഷന് ഇനി ഇവിടെ വന്നൊരു റിപ്പോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സകല റിപ്പോർട്ടുകളും ഞങ്ങൾ കൊടുത്തതാണ്. ഞങ്ങളുടെ ആധാരം അദ്ദേഹം ചെക്ക് ചെയ്തതാണ്. അയാളുടെ കൈവശം ഞങ്ങൾ കൊടുത്തിരുന്നതായ സകല രേഖകളും ഉണ്ട്. കമ്മീഷന് ഇനി ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ട് ഞങ്ങൾക്ക് എത്രയും വേഗം നീതിപീഠം റവന്യൂ അവകാശം നടത്തി തരിക. കേസുകൾ നടക്കട്ടെ.
അതിൻ്റെ നിയമപ്രകാരം നടക്കണ കാലാവധിക്ക് എത്രയും വേഗം ഞങ്ങൾക്കത് തീർപ്പ് നൽകേണ്ടത് കോടതിയാണ്. അപ്പോൾ റവന്യൂ അവകാശം ഉടനെ സ്ഥാപിച്ച് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളുടെ ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനും ഞങ്ങളുടെ കാര്യങ്ങൾക്ക് തടസ്സം വന്നതിന് ഒരു വിടുതൽ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് ഇവിടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റണില്ല, വിവാഹം കഴിപ്പിക്കാൻ പറ്റണില്ല, കഴിച്ച് കൊണ്ടുവരാൻ പറ്റണില്ല. ഭൂമിയില്ലാത്തവർക്ക് എങ്ങനെയാണ് വിവാഹം കഴിച്ച് തന്നെ ഞങ്ങളുടെ മക്കൾക്ക്? അങ്ങനെ ഞങ്ങൾക്ക് കിട്ടാത്ത ഒരു വിദ്യാഭ്യാസം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണമെന്നും ഞങ്ങൾ ഈ കടലിൽ കിടന്ന് വലയണ പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വലയരുതെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ മക്കളെ നല്ല നിലയിൽ എത്തിക്കണം. മത്സ്യത്തൊഴിലാളികളായ ദാരിദ്ര്യക്ക് താഴെ താമസിക്കുന്നതായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നല്ല സ്ഥാനങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച ദാരിദ്ര്യവും കഷ്ടപ്പാടും ഞങ്ങളുടെ മക്കൾ അനുഭവിക്കരുത്. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും രോഗത്തിലും ഈ വാർദ്ധക്യത്തിലും ഞങ്ങൾ ഇവിടെ വന്ന് സമരം ഇരിക്കണത്. ഞങ്ങളുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞു പോയാലും ഞങ്ങളുടെ അധികാരങ്ങൾ തിരിച്ച് മുൻപ് എങ്ങനെ ഞങ്ങൾക്ക് ആധാരം കിട്ടിയോ ആ അവകാശങ്ങൾ തിരിച്ച് കിട്ടണവരെ ഞങ്ങൾ സമരം തുടരും. അല്ലാതെ ഞങ്ങൾക്കൊരു വഴിയില്ല. ഇവിടം വിട്ടു പോകാനും ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ ഇവിടം വിട്ടു പോയാൽ ഞങ്ങളുടെ ജീവനോപാധിയും ഇവിടെ തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാ നിയമങ്ങളും ഈ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ എല്ലാ നിയമങ്ങളും നിഷേധിക്കപ്പെട്ടവരായി തടവറയിൽ ആയവരെ പോലെയാണ് ഞങ്ങൾ ഇന്ന്. ഞങ്ങൾക്ക് ജീവനും സ്വത്തിനും ഉള്ള സംരക്ഷണം തരാമെന്നുള്ള നിയമം എവിടെ പോയി? ഞങ്ങൾക്ക് ഇത്ര വർഷങ്ങൾ 12 വർഷങ്ങൾ ഒരു ഭൂമി കൈവശം വെച്ച ആ ഭൂമി ഉടമസ്ഥന് അത് അധികാരമുള്ളത് എവിടെ പോയി? അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള നിയമങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടവരായി, നീതി കിട്ടാത്തവരായി. ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നും കിട്ടിയില്ല, പ്രതിപക്ഷത്തിൽ നിന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് കിട്ടിയ ഒരു നീതി ഈ വഖഫ് ബില്ല് പാസ്സാക്കി തന്നപ്പോൾ അതിനെതിരായിട്ട് ബഹളം കൂട്ടാനും ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ മുതിരുന്നുണ്ട്. അതിനെതിരായിട്ട് ബഹളം കൂട്ടിയാണ് എന്ത് കാര്യം? ഞങ്ങൾക്ക് പ്രയോജനം ഇല്ലെങ്കിൽ ഞങ്ങളത് സഹിച്ച്. ഈ ബില്ല് ഞങ്ങൾക്ക് പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ബഹളം കൂട്ടണം. ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ഞങ്ങൾ നിസ്സാര പഠിപ്പുകാരാണെങ്കിലും ഈ കടപ്പുറത്ത് ഉപ്പി കിടക്കണവരാണെങ്കിലും ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ഞങ്ങൾക്ക് നല്ല ഒരു നിയമമാണ് ഞങ്ങൾക്ക് പാസ്സാക്കി കിട്ടിയേക്കണം. ഞങ്ങളുടെ മേലുള്ള ഈ വഖഫ് എന്നുള്ള നിയമം നീങ്ങിക്കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നീക്കി തന്ന ഗവൺമെൻറ്റിനോടും മോദിജിനോടും ഞങ്ങൾക്ക് ആ പാർട്ടിനോടും ഞങ്ങൾക്കുള്ള കടമയും കടപ്പാടും ഞങ്ങൾ നിറവേറ്റും. ഞങ്ങൾക്ക് പിന്നെ ഇപ്പോൾ കമ്മീഷൻ എറണാകുളത്ത് കോടതിയിൽ ഞങ്ങൾക്ക് കേസുണ്ട്. അത് കമ്മീഷനും അദ്ദേഹം ഒരു ജഡ്ജിയായിരുന്നു, നിയമങ്ങൾ അറിയാൻ പാടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടായിരിക്കും അദ്ദേഹം കൊടുക്കുന്നത് എന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. കോടതി മുഖേന ഞങ്ങൾക്ക് എത്രയും വേഗം റവന്യൂ അവകാശങ്ങളെല്ലാം സ്ഥാപിച്ച് തരണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്.